To view this video in English, please click the link given above. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. ഇന്ന് നമുക്ക് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള സ്പീഷീസ് അല്ലെങ്കിൽ ആനിമൽസിൻ്റെയൊക്കെ ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഡൈവേഴ്സിറ്റിയാണ്. അപ്പോൾ എഡ്വേർഡ് വിൽസൺ എന്നൊരു സയൻറ്റിസ്റ്റാണ് ഈ ഡൈവേഴ്സിറ്റി എന്നൊരു വേർഡ് പോപ്പുലർ ആക്കിയത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഡൈവേഴ്സിറ്റി ഉണ്ട്. അതായത് 20,000-ഓളം ഉറുമ്പിൻ്റെ സ്പീഷീസും 8,000-ഓളം ഫിഷിൻ്റെ സ്പീഷീസും 3 ലക്ഷത്തോളം ബീറ്റിൽസിൻ്റെ സ്പീഷീസും 28,000 ഫിഷസും 20,000 ടൈപ്സ് ഓഫ് സ്പീഷീസ് ഓഫ് ഓർക്കിഡ്സും നമുക്ക് ചുറ്റുമുണ്ട്. ഇതൊന്നും നമ്പറല്ല, അവരുടെ സ്പീഷീസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഡൈവേഴ്സിറ്റി നമുക്ക് ചുറ്റുമുണ്ട്. അത് നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാം: ജെനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആൻഡ് ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ജെനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ജെനറ്റിക് വേരിയബിലിറ്റിയാണ്. ഒരു സ്പീഷീസിനകത്ത് തന്നെ പല വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് കാണാം. 1000-ഓളം വെറൈറ്റീസ് ഓഫ് മാംഗോസ് ഉണ്ട്. എല്ലാം മാഞ്ചിഫറ ഇൻഡിക്കയാണ്, പക്ഷെ അതിനുള്ളിൽ തന്നെ 1000-ഓളം വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ നെല്ലിൻ്റെ കാര്യമെടുത്താൽ ഒറൈസ സെറ്റൈവ, ആ ഒരു സ്പീഷീസിനകത്ത് തന്നെ 50,000-ഓളം സ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ വെറൈറ്റി ഓഫ് ജെനറ്റിക് വേരിയബിലിറ്റി വളരെ കൂടുതലാണ്. പിന്നെ ഒരു പ്ലാന്റാണ് റൗൾഫിയ സെർപെന്റീന എന്ന് പറയുന്നത്, സർപ്പഗന്ധി എന്ന് പറയും. അത് നമ്മുടെ ഹിമാലയൻ റീജിയൻസിൽ കാണുന്നുണ്ട്. അവിടെ അതിന് വളരെ വലിയൊരു വെറൈറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിന് കാരണമായിട്ട് പറയുന്നത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ ഉണ്ട്, റിസർപൈൻ. ആ റിസർപൈൻ്റെ പൊട്ടൻസിയും കോൺസെൻട്രേഷൻ അനുസരിച്ചാണ് ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഓരോ വെറൈറ്റിയിലും ഈ റിസർപൈൻ്റെ കോൺസെൻട്രേഷൻ ലെവല് വ്യത്യാസമായിരിക്കും. അതാണ് നമ്മൾ ജെനറ്റിക് വേരിയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ജീൻ ലെവലിലാകാം, അതായത് അലീൽസിൻ്റെ ലെവലിലാകാം, അല്ലെങ്കിൽ ക്രോമസോമിലുള്ള വേരിയേഷൻസും ആകാം. നൗ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഒരു സ്ഥലത്തിലുള്ള സ്പീഷീസ് റിച്ച്നെസ് നോക്കിയാൽ നമുക്കറിയാം, വെസ്റ്റേൺ ഗാർഡ്സും ഈസ്റ്റേൺ ഗാർഡ്സും കമ്പയർ ചെയ്താൽ വെസ്റ്റേൺ ഗാർഡ്സിലുള്ള ആംഫീബിയൻ സ്പീഷീസിൻ്റെ അത്രയും ഈസ്റ്റേൺ ഗാർഡ്സിലില്ല. അപ്പോൾ സ്പീഷീസ് റിച്ച്നെസ് ആണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദർ ഈസ് ആൻ ഓർഗനൈസേഷൻ കോൾഡ് IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. 2004 അവരുടെ കണക്ക് പ്രകാരം നമ്മുടെ ചുറ്റുമുള്ള പ്ലാന്റ്സ്, ആനിമൽസ് എന്ന് പറയുന്നത് 1.5 മില്യൺ ആണ് നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. ട്രോപ്പിക്കൽ റീജിയനിലെ സ്പീഷീസ് ഇൻവെൻട്രീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതേസമയം ടെമ്പറയിൽ നമുക്ക് അത്രയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല, ബിക്കോസ് ഓഫ് ദ ജിയോഗ്രാഫിക്കൽ ആൻഡ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇനിയും എത്രയോ സ്പീഷീസ് നമ്മൾ ഡിസ്കവർ ചെയ്യാനിരിക്കുന്നു. അപ്പോൾ പലരും പല എസ്റ്റിമേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സാധാരണയായി പറയുന്നത്, ചിലരുടെ അഭിപ്രായത്തിൽ ഇത് 20 മുതൽ 50 വരെ മില്യൺ സ്പീഷീസ് ആണ്. റോബർട്ട് മെയ് എന്ന ശാസ്ത്രജ്ഞന്റെ സയന്റിഫിക് ആയിട്ടുള്ള കാൽക്കുലേഷൻ അനുസരിച്ച് നോക്കിയാൽ മൊത്തത്തിലുള്ള സ്പീഷീസ് റിച്ച്നെസ് എന്ന് പറയുന്നത് 7 മില്യൺ ആണ്. അപ്പോൾ നമ്മൾ 1.5 മില്യൺ ആണ് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. അത് 22% മാത്രമേ ആവുന്നുള്ളൂ. മൂന്നാമത്തെ ലെവൽ ഓഫ് ഡൈവേഴ്സിറ്റിയാണ് ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി അഥവാ കമ്മ്യൂണിറ്റി ഡൈവേഴ്സിറ്റി. ഇപ്പോൾ നമുക്ക് നോക്കാം, ഇക്കോളജിക്കലി അല്ലെങ്കിൽ ജിയോഗ്രാഫിക്കലി ഡിഫറെൻ്റ് ആയിട്ട് വരുമ്പോൾ ഡൈവേഴ്സിറ്റി റിച്ച്നെസ്സും കൂടും. ഇപ്പം നമ്മുടെ രാജ്യമായ ഇന്ത്യ നോക്കിയാൽ പലതരത്തിലുള്ള ജിയോഗ്രാഫിക്കൽ ഏരിയാസ് ഉണ്ട് അല്ലേ. നമുക്ക് ഡെസേർട്സ് ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, റെയിൻ ഫോറസ്റ്റ്, മാംഗ്രൂവ്സ്, എസ്റ്റുറീസ്, ഗ്രാസ് ലാൻഡ്സ്, വെറ്റ് ലാൻഡ്സ്, ആൽപൈൻ മീഡോസ്, ഈസ്റ്റേൺ ഗാർഡ്സ്, വെസ്റ്റേൺ ഗാർഡ്സ്, റെയിൻ ഫോറസ്റ്റ്, ഓൾ ദീസ് ആർ പ്രസൻറ്റ്. അപ്പോൾ നമ്മൾ മറ്റൊരു സ്കാൻഡിനേവിയൻ കൺട്രിയായ നോർവേ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി റിച്ച്നെസ് എന്ന് വെച്ചാൽ വളരെ കൂടുതലാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് നോക്കിയാൽ ഈ ലോകത്തെ മുഴുവൻ ലാൻഡ് ഏരിയയുടെ 2.4% മാത്രമേ ഇന്ത്യ കൈവശം വെച്ചിട്ടുള്ളൂ. പക്ഷേ എന്നാലും നമ്മുടെ ഡൈവേഴ്സിറ്റി ലെവൽ എന്ന് പറയുന്നത് 8.1% ആണ്. അത് താരതമ്യേന കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ 12 മെഗാ ഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിൽ ഒന്നായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ മാത്രം 45,000-ഓളം പ്ലാന്റ്സും 90,000-ഓളം, അതായത് ഡബിൾ ആയിട്ടുള്ള ആനിമൽസും ഉണ്ടെന്നാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് 1 ലക്ഷത്തിലധികം പ്ലാന്റ്സും 3 ലക്ഷത്തിലധികം ആനിമൽസിനെയും നമ്മൾ ഇനിയും എക്സ്പ്ലോർ ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഈ ബയോഡൈവേഴ്സിറ്റിയൊക്കെ ഉണ്ടാകാനായിട്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് ആണ് എടുത്തത്. പക്ഷേ നമ്മളിപ്പോൾ ഈ ഡിസ്ട്രോയ് ചെയ്യുന്ന അല്ലെങ്കിൽ പൊല്യൂഷൻ്റെയൊക്കെ അളവ് കൊണ്ട് ഈ ആനിമൽസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ഡിസപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ലെവലിൽ മുന്നോട്ട് പോയാൽ 2 സെഞ്ചുറി മതി ഇത്രയും ഡൈവേഴ്സിറ്റി നമ്മുടെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ. പക്ഷേ ഡൈവേഴ്സിറ്റി എപ്പോഴും ഒരു ഇക്കോളജിക്കൽ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയാണ് പ്രധാനം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫ് കൂടുതലായിട്ട് നന്നാകണമെങ്കിൽ അല്ലെങ്കിൽ ഈ പ്ലാനറ്റ് നമുക്ക് സ്യൂട്ടബിൾ ആകണമെങ്കിൽ ബയോഡൈവേഴ്സിറ്റി കൂടിയേ തീരും. നമ്മളിപ്പോൾ പ്ലാന്റ്സിനെ ആനിമൽസിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ 70% കൂടുതലുള്ള ഓർഗാനിസത്തും ആനിമൽസ് ആണ്. അതിൽ തന്നെ 70%-ലധികം ഇൻസെക്ട്സ് ആണ്. 10 ടോട്ടൽ ഓർഗാനിസംസ് എടുത്താൽ അതിൽ 7 ആനിമൽസ് ആണ്. ആ ആനിമൽസിൽ 10 എടുത്താൽ അതിൽ 7 ഇൻസെക്ട്സ് ആണ്. ബാക്കി വരുന്നതിൽ 22% പ്ലാന്റ്സ് എന്ന് പറയുന്നത്. പിന്നെയുള്ള 8% മൈക്രോ ഓർഗാനിസംസ് ആണ്. ആൽഗെ, ഫംഗൈ, ബയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ് ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മൾ പ്ലാന്റ്സിൻ്റെ സ്പീഷീസ് എടുക്കുന്നത്. അതുപോലെ തന്നെ ആനിമൽസിലെ ഫിഷസും ആംഫിബിയൻസും റെപ്റ്റൈൽസും മാമൽസും കൂടെ ചേർത്താൽ കൂടിയും അതിനേക്കാൾ കൂടുതലാണ് ഫംഗൽ സ്പീഷീസിൻ്റെ എണ്ണം.
ഇനി ഓരോ ഗ്രൂപ്പായിട്ട് എടുത്താൽ ഇൻവെർട്ടിബ്രേറ്റ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പൈ ചാർട്ട് അനുസരിച്ച് നമുക്ക് കാണാം ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഇൻസെക്ട്സ് ആണ്. അതേ തുടർന്ന് അതർ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ്, അത് കഴിഞ്ഞിട്ട് ക്രസ്റ്റേഷ്യൻസ്, അത് ഈ ആർത്രോപോഡയിലെ ഒരു ഗ്രൂപ്പാണ്. പിന്നെ ഉള്ളത് മൊളസ്കസ് ആണ്. ഇനി വെർട്ടിബ്രേറ്റിലോട്ട് വന്നാലോ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ആരാണ്? ഫിഷസ് ആണ്. ഫിഷസ് കഴിഞ്ഞ് വരുന്നത് ബേർഡ്സ്, പിന്നെ റെപ്റ്റൈൽസ്, ആംഫിബിയൻസ്, ദെൻ മാമൽസ്. ഇനി പ്ലാന്റ്സിലോട്ട് വന്നാൽ ഫംഗസിനെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫംഗയാണ് ഏറ്റവും വലിയ ഗ്രൂപ്പ്. ഈ ഫംഗൽ സ്പീഷീസ് റിച്ച് ആണ്, കാരണം അവർ ഡീകമ്പോസേഴ്സ് ആണ്. പിന്നെ അതേ തുടർന്ന് വരുന്നത് ആൻജിയോസ്പോംസ്, ആൽഗെ, മോസസ്. മോസ് മീൻസ് നമ്മുടെ ബ്രയോഫൈറ്റ്സ്. പിന്നെ ഫേൺസ് ആൻഡ് അലീസ് നമ്മുടെ ടെറിഡോഫൈറ്റ്സ്. അത് കഴിഞ്ഞിട്ട് ലൈക്കൻസ്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരാം, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. പ്രൊകാരിയോട്ടിക്കിന്റെ സ്പീഷീസ് നമ്മൾ ഇതിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് 2 റീസൺസ് ആണ്. ഒന്ന്, നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ ടാക്സോണമിക് കാറ്റഗറൈസേഷൻ ഒന്നും ഈ പ്രൊകാരിയോട്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിറ്റർമിൻ ചെയ്യാൻ അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാൻ പര്യാപ്തമല്ല. പിന്നെ രണ്ടാമത്, പല മൈക്രോ ഓർഗാനിസംസും നമുക്ക് ലബോറട്ടറി കണ്ടീഷനിൽ കൾച്ചർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ സ്ട്രെയിൻ അറിയാൻ പറ്റുള്ളൂ. അവരുടെ പലതും ഹാംഫുള്ളും ആണ്. മാത്രമല്ല അതിനെല്ലാ കണ്ടീഷൻസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഈ 2 കാരണങ്ങളും കൊണ്ട് പ്രൊകാരിയോട്ട് സ്പീഷീസിൻ്റെ കറക്റ്റ് എസ്റ്റിമേറ്റ് നമുക്ക് ലഭ്യമല്ല. നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബയോളജി മൈ പാഷൻ.